We are Couple on Wheels. സോ ഇത് നമ്മുടെ പുതിയൊരു വ്ളോഗാണ്. ഇത് നമ്മൾ പോകുന്നത് ബാരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇത് ആക്ച്വലി വർക്ക് റിലേറ്റഡ് ട്രിപ്പാണ്, ബട്ട് നമ്മളതൊരു പേഴ്സണലൈസ്ഡ് എന്താ പറയുക ഒരു ലീഷർ ട്രിപ്പായിട്ട് നമ്മളത് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ. എക്സാക്ട്ലി. സോ ബാരിയിൽ ഹോഴ്സ്ഷൂ വാലി റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് 4 days അവിടെ ആയിരിക്കും. സോ വി തോട്ട് ലെറ്റ് ടു എക്സ്പ്ലോർ ബാരിയും അതിൻ്റെ സറൗണ്ടിങ് പ്ലേസസ് ഒന്ന് ചുമ്മാ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ദിവസവും കോൺഫറൻസ് കഴിഞ്ഞിട്ട് ദെൻ ആഫ്റ്റർ കോൺഫറൻസ് വിൽ ബി എക്സ്പ്ലോറിംഗ് ദ പ്ലേസസ് അറൗണ്ട് ബാരി. എക്സാക്ട്ലി. സോ പിന്നെ വിത്തിൻ ദ റിസോർട്ട് ഓൾസോ വിൽ ബി എക്സ്പ്ലോറിംഗ് വാട്ട്സ് ദേർ. സോ അതാണ് ഈ വ്ളോഗിന്റെ പ്ലാൻ. സോ ഹോപ്പ് യു വിൽ എൻജോയ്. ഹായ് ഗൈസ്. സോ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഹോഴ്സ്ഷൂ വാലി റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അഖിൽ അവിടെ ചെക്കിൻ്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ഐ തോട്ട് മീൻ വൈൽ ലെറ്റ് മീ ജസ്റ്റ് ഷോ യു അറൗണ്ട് ആൻഡ് ഗിവ് എ ക്വിക്ക് ബ്രീഫ്. സോ നമ്മളിവിടെ ഒരു സേഫ്റ്റി കോൺഫറൻസിന് വന്നിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഹോഴ്സ്ഷൂ വാലി റിസോർട്ട് ഇൻ ബാരി. പക്ഷേ ബാരി ടൗണിൽ നിന്ന് നമ്മളൊരു ഐ തിങ്ക് ഒരു 20 minutes ഡ്രൈവ് ഉണ്ട് ഇവിടേക്ക്. ഇറ്റ്സ് എ നൈസ് പ്ലേസ് ആക്ച്വലി. ഐ വിഷ് ഇറ്റ് വാസ് എ ബിറ്റ് മോർ സണ്ണി ഹിയർ. ഇവിടെ ഇപ്പോൾ നല്ല ക്ലൗഡിയാണ്, കുറച്ച് തണുപ്പുണ്ട്. ആൻഡ് ഐ നോ ഇറ്റ്സ് സമ്മർ ടൈം സ്റ്റിൽ സോ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഷോ യു അറൗണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് വരിക. ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ. അങ്ങനെ നമുക്ക് റൂം കിട്ടി. സോ ലെറ്റ്സ് ചെക്ക് ഇൻ. ഇറ്റ്സ് എ റൂം. ഹേയ്. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം ടൂർ. സോ ഇനി ചെക്ക് ഇൻ ചെയ്തു. ഈ പെട്ടികളൊക്കെ കുറേ എടുത്തിട്ട് വരാനുണ്ട്, കാരണം നമ്മൾ 4 days ആണല്ലോ രണ്ടുപേരെയും. അപ്പോൾ സാധനങ്ങൾ എടുത്തിട്ട് വരാനുണ്ട്. അപ്പോൾ വിൽ സീ യു ലേറ്റർ. ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെക്ക് ഇൻ ചെയ്തിട്ട് വി റഷ്ഡ് ഫോർ ദ സെമിനാർ ആൻഡ് കോൺഫറൻസ്. അപ്പോൾ അത് കാരണം ഇന്നും അത് തന്നെയായിരുന്നു. സോ വി കുഡന്റ് ഷൂട്ട് മച്ച്. ആൻഡ് നമ്മളിപ്പോൾ ഫ്രഷായി വി ആർ ഹെഡിങ് ഔട്ട്. ഇന്നൊരു ഫോറസ്റ്റ് ഹൈക്കിൽ പോവാണ്. കോപ്ലാൻഡ് ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് നമുക്ക് കോപ്ലാൻഡ് ഫോറസ്റ്റിൻ്റെ മാപ്പ് ഇവിടെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നിന്ന് നമുക്ക് തന്നത്. സോ അവർ റെക്കമെൻഡ് ചെയ്തത് കോപ്ലാൻഡ് ഫോറസ്റ്റിൽ തന്നെ ഓരോ മെഡാൻറ്റി പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, അവിടെ പോകാനാണ് പറഞ്ഞത്. സോ വി ആർ ഹെഡിങ് ദേർ. സോ വി ആർ ടേക്കിംഗ് യു അലോങ്.
അങ്ങനെ നമ്മൾ കോപ്ലാൻ ഫോറസ്റ്റിൻ്റെ ഒരു ട്രെയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് പാർക്കിംഗ് നമ്പർ 2 ആണ്. നല്ല അമേസിങ് ഡ്രൈവ് ആയിരുന്നു all the way, and this is the forest, so we are going to begin our hiking from here. Let's go. നമ്മൾ ഈ വഴിയാണ്, ട്രെയിൽ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് 3 സൈക്ലിസ്റ്റ് ഇത് കൂടെ റൈഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ വന്ന് ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു ഹൈക്ക്. ഇവിടെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഇത് കഴിഞ്ഞ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. Yeah, it's nice. അത്യാവശ്യം നല്ലൊരു ഹൈക്കിംഗ് സ്പോട്ടാണിത്. അതെ അതെ. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് എന്താ പറയുക, കവേർഡായിട്ട് ഡ്രസ്സ് ചെയ്യുക. ബിക്കോസ് നല്ല കൊതുകാണ് ഇവിടെയൊക്കെ. സോ വി ആർ ഗ്ലാഡ് ദാറ്റ് ഞങ്ങൾ ആക്ച്വലി തണുപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തത്. പക്ഷെ തണുപ്പല്ല, നേരെ മറിച്ച് കൊതുകും ഇൻസെക്ട്സുമാണ്. സോ ബഗ് സ്പ്രേ അല്ലെങ്കിൽ റിപ്പല്ലൻ്റൊക്കെ തേക്കുക. അതേപോലെ അലർജീസ് ഉള്ളവരൊക്കെ അപ്പോൾ ക്രീംസൊക്കെ തേച്ചിട്ട് വരിക. ആൻഡ് വി ഹാവ് എ റെയിൽവേ ട്രാക്ക് അഹെഡ് അവിടേക്ക്. അപ്പോൾ നമ്മൾ ഹൈക്കിംഗ് ഇന്ന സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ഒരു വാട്ടർ സോഴ്സ് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. നല്ല ക്ലിയർ ആട്ടോ വെള്ളം. നല്ല ക്ലിയർ വാട്ടറാണ്. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇപ്പോൾ ഒരു 4.5 കിലോമീറ്റേഴ്സായി നമ്മൾ നടക്കണം. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഈ അതേ 4.5 കിലോമീറ്റേഴ്സ് തിരിച്ച് നടന്നിട്ട് വേണം നമ്മൾ കാറിൻ്റെ അവിടേക്ക് എത്താൻ. വയ്യാ നമ്മുടെ നല്ല ഇതായിരുന്നു. ഒരു നല്ലൊരു ഹൈക്കിംഗ് ആയിരുന്നു. പക്ഷെ കൊതുവിൻ്റെ കളിയാണ് ഇവിടെ ഫുൾ. അത് കാരണം ചെവിയും എല്ലാം അടച്ചടച്ചിട്ട് വേണം പോവാൻ. ലൈക്ക് ആദ്യം ഷോർട്സ് ഒക്കെ ഇട്ട് വരാമെന്ന് വിചാരിച്ചു. ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് വി ചോസ് ദിസ് ഔട്ട്ഫിറ്റ് ഫോർ ട്രെക്ക്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. നമ്മൾ ക്ഷീണിച്ചേ ഇല്ല അല്ലേ? 5 കിലോമീറ്റേഴ്സ് ആയി നടക്കണു. വെള്ളം കയ്യിൽ വെക്കുക. നിങ്ങൾക്ക് സ്നാക്കിങ്ങിന് വേണമെങ്കിൽ കയ്യിലെടുക്കാം. പക്ഷേ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. Okay. See you. Hi guys. ഞങ്ങളപ്പോൾ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. So we came to an Indian restaurant. ഹൈവേ ഇന്ത്യൻ ബിസ്ട്രോ എന്നാണ്. ഹൈവേ തന്നെയാണ് ലൊക്കേഷൻ. ആൻഡ് നല്ല പൈപ്പിംഗ് ഹോട്ട് മീൽസ് ആണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഐ വിൽ ഷോ യു. ഞങ്ങൾ ജീര റൈസ് ഓർഡർ ചെയ്തു. അതേപോലെ ചിക്കൻ ലബബ്ദാർ ഓർഡർ ചെയ്തു. ഇത് സോൾട്ടഡ് ലസ്സി ആൻഡ് ദിസ് ഈസ് മാംഗോ ഷേക്ക്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഇതിൽ അവസാനിക്കുമെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്യുന്നതാണ്. ഇനി മധുരം കഴിക്കുമെന്ന് അറിയില്ല, അത് വേറെയാണ്. എനിവേ സോ ഐ തിങ്ക് ദാറ്റ്സ് ഓൾ. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട്, അതായത് റൂമിൽ പോയിട്ട് വിൽ ബി റെസ്റ്റിംഗ് ഫോർ ദ നൈറ്റ്. വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾക്ക് സമയം കിട്ടിയിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി വിൽ ടേക്ക് അവിടുത്തെ പ്രോപ്പർട്ടി ടൂർ എന്തായാലും എടുക്കും. ഓൾറൈറ്റ്, സോ സീ യു ഗൈസ്. See you. Bye.